ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 31 സങ്കീർത്തനം അതിന്റെ 8 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എന്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എന്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവ് എഴുതിയ ഈ സങ്കീർത്തന ഭാഗത്തിൽ നോക്കുമ്പോൾ ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ആമേൻ. അത് അത്ര ഉറപ്പായിട്ട് പറയുന്നുണ്ട്. ശത്രുക്കൾ നിമിത്തം എത്ര വലിയ പോരാട്ടം ദാവീദ് രാജാവ് അനുഭവിക്കേണ്ടി വന്നാലും ഏറ്റവും വലിയ ശത്രുവായി നിന്നത് തന്റെ യജമാനൻ തന്നെയായിരുന്നല്ലോ. എന്നിരുന്നാലും യഹോവയുടെ സന്നിധിയില് വിശ്വാസം വളരെ വലുതായിരുന്നു. ആ വിശ്വാസത്തിലാണ് പറയുന്നത്, ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എന്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. ആമേൻ. നിർത്തേണ്ടടുത്ത് തന്നെയാണ് കർത്താവ് നിർത്തിയിരിക്കുന്നത്. അത് ദാവീദ് രാജാവിന് ബോധ്യമുള്ളത് കൊണ്ടാണ് മുൻപോട്ടും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനിടയായത്. വിശ്വാസ ജീവിതത്തില് ആ ഒരുറപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നവനെ. ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, ദൈവമക്കളെ, ഈ വചനഭാഗത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാ സങ്കടങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാത്രം വയ്ക്കുന്നത്. ഏത് സങ്കടങ്ങൾക്കും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം എൻ്റെ കർത്താവിൻ്റെ സന്നിധി മാത്രമേ ഉള്ളൂ. അതാണ് ദൈവമക്കളെ, വിശ്വാസി എപ്പോഴും ഇണയില്ല പിണ കൂടാൻ പാടില്ല. വിശ്വാസി കർത്താവിങ്കിലേക്ക് നോക്കട്ടെ. കർത്താവിങ്കിലേക്ക് നോക്കി ആരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഏറെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉത്തരവ് ക്ഷയിച്ചിരിക്കുന്നു. അതേ സത്യമാ ദൈവമക്കളെ. വ്യസനം വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടെങ്കിലും അകത്ത് വിശ്വാസത്തിന്റെ ബലം ചോർന്നിട്ടില്ല. അത് ഓരോ ദിവസവും ശക്തി പ്രാപിക്കുക. എത്ര വ്യസനകരമായ കാര്യങ്ങൾ വരുമ്പോഴും, എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്ന മക്കള് പുറത്തോട്ട് നോക്കുന്നില്ലല്ലോ, ആരെ ശത്രുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ. അവരുടെ നോട്ടം കർത്താവിങ്കിലേക്ക് മാത്രമല്ലേ. ഒരു കർത്താവിങ്കിലേക്ക് നോക്കുമ്പോൾ വിടുതൽ തരുന്ന ദൈവമല്ലേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു നല്ല ദൈവത്തെ നമുക്ക് കാണാനിടയായില്ലേ. ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നില്ലേ. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷപ്പെടാൻ ഉള്ള ഒരു നാമത്തിൽ ഏകസത്യ ദൈവമായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു സാക്ഷ്യത്തിനാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ, തളർന്നിരിക്കുന്ന മനസ്സിനെ ആത്മാവി ബലപ്പെടുത്തി ദൈവം അനുഗ്രഹിക്കണമേ. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇരട്ടിപ്പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി നല്ലൊരു സാക്ഷിയെ തീരുവാൻ നിന്റെ മക്കള് കർത്താവെ അവിടുന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം ഇടയാക്കണേ. തളർന്ന മനസ്സുമായിട്ടിരിക്കുന്ന നിന്റെ മക്കള് കർത്താവെ, നാളുകളായി പ്രവർത്തിക്കുവാൻ പറ്റാതെ, നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ, ഒന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാൻ പറ്റാതെ, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം തളർന്നിരിക്കുന്ന നിന്റെ മക്കള് ഇവ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ കർത്താവെ, നിന്റെ മക്കളുടെ ഹൃദയത്തില് വലിയൊരു ബോധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന തിരുവചനത്തെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിന്റെ സമയം വിതയ്ക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർത്ത് എൻ്റെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തേണ്ടതിനും കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. എൻ്റെ കർത്താവെ, ആർപ്പോടെ കൊയ്യേണ്ടതിന് നിന്റെ മക്കളുടെ ഈ കണ്ണുനീരിന്റെ സമയത്ത്, ഈ സങ്കടം അനുഭവിക്കുന്ന സമയത്ത് തളർന്നിരിക്കാതെ, പതറിയിരിക്കാതെ, അമേ സ്തോത്രം, ചെങ്കടലിന്റെ മുമ്പില് അമേൻ ഹല്ലേലൂയ, മോശ പ്രവാചകന്റെ കണ്ണുനീര് കണ്ട ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, നിന്റെ മക്കള് ആത്മാവിലൊന്ന് ഉണരുവാൻ ദൈവം ഇടയാക്കണേ. നഷ്ടപ്പെട്ട താലന്തുകളെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.